അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 8ാം ക്ലാസ്സിലെ തസ്കിയയിലെ 6ാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്താണ്. അതൊരു ബൈത്തായിരുന്നു. അപ്പോൾ തദ്രീബാത്തിൽ ചോദ്യങ്ങളൊന്നും അധികം ഇല്ല. നഖ്റവ് വായിക്കാനാണ്. ആബ യഈബു, ആബ യഈബു, ആബ ആക്ഷേപിച്ചു, യഈബു ആക്ഷേപിക്കുന്നു, അല്ലെ ആക്ഷേപിക്കും എന്നർത്ഥത്തിനാണ്. സഹറ ഉറക്കമിളച്ചു, യസർ ഉറക്കമൊഴിക്കുക, ഒഴിക്കും അല്ലെങ്കിൽ ഒഴിക്കുന്നു, ആ നിലക്ക് വരും. ഇനി റാമ ആഗ്രഹിച്ചു, റൂമു ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കും. ഈ റൂമു എന്നുള്ളത് മുതാരിയായ അർത്ഥമാണെങ്കിൽ ഭാവികാലമാണെങ്കിൽ ആഗ്രഹിക്കും, അതിന് വർത്തമാനമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആഗ്രഹിക്കുന്നു. സാധാരണ ഭാവികാലം പറയുമ്പോൾ സാ ഇട്ട് ഉപയോഗിക്കുമ്പോൾ ശരിക്കും അത് ഭാവികാലം തന്നെ ആയിരിക്കും. പാഴാക്കി, പാഴാക്കും അല്ലെങ്കിൽ പാഴാക്കുന്നു. ഇനി ഖാസ യഗൂസു, യഗൂസു വെച്ചാൽ മുങ്ങൂന്നല്ലേ. ഖാസ മുങ്ങി, യഗൂസു മുങ്ങും, അല്ലെ കടലിൽ മുങ്ങുക, വെള്ളത്തിൽ മുങ്ങുക എന്നർത്ഥം. ഹജ ആക്ഷേപിക്കൽ, കുറ്റം പറയുക. യഹ്ജു കുറ്റം പറയും. നതക മൊഴിഞ്ഞു, യന്തിക്ക് മൊഴിയും. ഇക്തസബ സമ്പാദിച്ചു, യക്തസിബു സമ്പാദിക്കും. അപ്പം ഇത് ഭൂതകാലവും ഭാവികാലവും അതങ്ങനെ പഠിച്ചു വെക്കാം. ഇനി നസ്റഉൽ മാനൽ ബൈത്തിൻ്റെ ഈ താഴെ പറഞ്ഞ 2 വരി ബൈത്തിൻ്റെ അർത്ഥം പറയണം. ബിഖദ്രിൽ ഖദ്ദി തുക്തസബുൽ മആലി വമൻ ത്വലബൽ ഉലാ സഹറൽ ലയാലി. ബിഖദ്രിൽ ഖദ്ദി അല്ലേ, പരിശ്രമത്തിൻ്റെ കണക്കനുസരിച്ച് തുക്തസബുൽ മആലി ഉന്നതികളെ സമ്പാദിക്കപ്പെടും. വമൻ ത്വലബൽ ഉല ആരെങ്കിലും ഉന്നതി തേടുകയാണെങ്കിൽ സഹറൽ ലയാലി അവൻ ഉറക്കമൊഴിക്കണം, രാത്രി ഉറക്കമൊഴിക്കണം, ഒഴിക്കട്ടെ, അങ്ങനെയാകും. ഇനി വനഹജു, ഇനി രണ്ടാമത്തെ ഒരു വനഹജുദ സമാന, നാം ഈ കാലഘട്ടത്തെ കുറ്റം പറയുന്നു. ബിഗൈരി ദം, ഒരു തെറ്റും കൂടാതെ. വലവനത്തൊക്കെ സമാനു ലന, നമ്മളോട് കാലം സംസാരിച്ചിരുന്നെങ്കിൽ ഹജാന, അത് നമ്മെ കുറ്റം പറയുമായിരുന്നു, ആക്ഷേപിക്കുമായിരുന്നു. ഇനി നംലുൽ ഫറാഖാണ് ബൈത്ത് പൂരിപ്പിക്കാൻ. ഒമൻ റാമൽ ഉലാ മിൻ ഗൈരി ഖദ്ദിൻ, അല്ലേ ബൈത്ത് എങ്ങനെയാണ്? ഒമൻ റാമൽ ഉലാ മിൻ ഗൈരി ഖദ്ദിൻ അല്ലാ അൽ ഉംറ ഫീ ത്വലബിൽ മുഹാലി. ആ രണ്ടാമത്തെ വരിയാണ്. ഇനി അത് നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. അപ്പോൾ ആ ബൈത്ത് 5 വരിയേ ഉള്ളൂ, 2, 4, 5. ആ 5 വരി മൊത്തം പഠിച്ചാൽ നമുക്ക് എങ്ങനെ വന്നാലും എഴുതാം. അർത്ഥം എഴുതാൻ വരും, പൂരിപ്പിക്കാനൊക്കെ വരും. ഇനി അൽ വാജിബുൽ മൻസിലിയു ആണ് കേട്ടോ. നമുക്ക് ഹോംവർക്കായിട്ട് ചെയ്യാനുള്ളത് നക്തുബ് സിത്ത ജുമലിൻ കമാ താഴ്ത്തി. താഴെ വരുന്നത് പോലെ 6 ജുംലകൾ നമ്മൾ എഴുതണം. അതായത് ഒന്നാമത്തെ ജുംലത്തിനൊരു ജുംല ഫിയ മുബത്തദ ഖബറും ഉണ്ടാകും, പക്ഷേ കിലാഹുമ രണ്ടും മുഫ്രദും മുദക്കറും ആയിരിക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് എഴുതേണ്ടത് എന്താ? മുബത്തദയും ഖബറും കൂടി ഒരു ഇസ്മിയ ജുംലയാണ് എഴുതേണ്ടത്. അതിൻ്റെ മുബത്തദയും ഖബറും എന്തായിരിക്കണം? മുഫ്രദും മുദക്കറായിരിക്കണം. അപ്പോൾ നമുക്ക് സൈദൻ ഖായിമൻ എന്ന് പറയാം. സൈദൻ എന്നുള്ളത് മുബത്തദയല്ലേ, സൈദാകുന്നത്. സൈദ് മുഫ്രദാണ്, അത് ഏകവചനമാണ്. മുദക്കറും അല്ലേ, മുദക്കറാണ്, സൈദെന്നല്ലേ പറഞ്ഞു. അപ്പോൾ സൈദൻ ഖായിമൻ, സൈദ് നിൽക്കുന്നവനാണ്. അപ്പോൾ അത് ശരിയായി. ഇനി അടുത്തത് രണ്ടാമത്തെ ജുംലത്തൻ ഫിയ മുബ്തദ ഖബറും ഉണ്ട്. കിലാഹുമ മുസന്ന മുദക്കറായിരിക്കണം, ദിവചനമായിരിക്കണം, അതുപോലെ തന്നെ മുദക്കറും ആയിരിക്കണം. അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം? മുസന്ന എങ്ങനെ പറയും? ത്വാലിബാനി ഖായിമാനി, 2 വിദ്യാർത്ഥികളാകുന്നത് ഖായിമാനി, 2 പേർ നിൽക്കുന്നവരാണ്. നമുക്ക് എന്ത് ഉദാഹരണം? അലി സൈദാനി ഖായിമാൻ, 2 സൈദുമാർ ഖായിമാൻ, ഇവർ 2 പേർ നിൽക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തത് എന്താണ്? ഒരു ജുംല തന്നെയാണ്, മുബ്തദ ഖബറും ഉണ്ട്, രണ്ടും ജം ആയിരിക്കണം, ജമു മുദക്കറായിരിക്കണം. അപ്പോൾ എങ്ങനെ പറയാം? റിജാലു ഖായിമൂന, റിജാലുൻ ഖായിമൂന എന്നൊക്കെ പറയാം. അതായത് എന്താണ്? ജമ്മാണ്, റിജാലും പുരുഷന്മാരാകുന്ന, ഖായിമൂൻ നിൽക്കുന്നവരാണ്, അവർ നിൽക്കുന്നവരാണ്. അപ്പോൾ രണ്ടിലും എന്താണ്? മുബത്തദ ഖബറും വന്ന്, ആ മുബത്തദ ഖബറും എന്താണ്? ജമ്മുമാണ്, മുദക്കറുമാണ്. മുദക്കറും ജമ്മു, അതായത് ബഹുവചനമാകണം, പുല്ലിംഗാകണം. ഇനി നാലാമത്തത് മുഫ്രദ് മുഅന്നസായിട്ട് വരണം കേട്ടോ. മുബത്തദ ഖബറും മുഫ്രദ് ഒരു മുഅന്നസായിട്ട് പറഞ്ഞേ. ഇമ്രാത്തൻ ഖായിമത്തൻ, ഒരു സ്ത്രീ ഖായിമത്തൻ നിൽക്കുന്നവളാണ്. ഇനി മുസന്ന അഞ്ചാമത്തെ എന്താണ്? മുബത്തദ
മുബ്തദയും ഖബറും എന്തായിട്ട് വരണം? മുസന്നയും മുഅന്നസും ആയിട്ട് വരണം. ഇമ്രാത്താനി ഖായിമത്താനി എന്ന് പറയാം അല്ലേ? രണ്ട് പെണ്ണുങ്ങൾ, അവർ രണ്ടുപേരും നിൽക്കുന്നവരാണ്. ഇനി ജമ്മ്, ആറാമത്തത് ജമ്മ് മുഅന്നസായിട്ട് വരണം. മുബ്തദയും ഖബറും ജമ്മ് മുഅന്നസായിട്ട്. നിസാഉൻ ഖായിമൂൻ അല്ലേ? നിസാഉൻ ഖായിമാത്തുൻ, സ്ത്രീകളാവുന്നത് നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മളിത് മുന്നേ പഠിച്ച നമ്മൾ മുഫ്രദും മുസന്നൻ്റെ ഇറാബൊക്കെ പഠിച്ച് അതൊക്കെ മുമ്പ് പഠിച്ചല്ലോ. അപ്പോൾ ഇതുവരെ പഠിച്ച ഗ്രാമറുകൾ നമുക്ക് ഇതെന്ത് ചെയ്യുക? ഇതൊക്കെ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നല്ലപോലെ ഗ്രാമർ പഠിച്ചു വെക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.